ഹായ്, ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ ശാന്ത രവികുമാർ എന്ന് പറഞ്ഞ ശാന്ത ചേച്ചി അയച്ചു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഒരു തനി നാടൻ കറിയാണ് ചേന പത്തി മുളകുശ്യം. നല്ല ടേസ്റ്റും നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി ശാന്ത ചേച്ചി ഇത് അയച്ചു തന്നതിന്. ഇതുപോലെ മുൻപിലേക്കും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും നമ്മുടെ ശാന്ത ചേച്ചിക്കും കൂടി ഒരു ഹായ് പറയണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ചേനയുടെ കഷ്ണം ഞാൻ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെക്കണം കേട്ടോ. ഇത് നന്നായി കഴുകി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഉപ്പിടണ്ട, ചേന ഒന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് തേങ്ങയോ തൈരോ ഒന്നും ആവശ്യമില്ല, തേങ്ങയോ മാങ്ങയോ ഒന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കൂ. നമ്മൾ ശാന്ത ചേച്ചി പറഞ്ഞ ഈ റെസിപ്പി നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണം വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു 5-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു 4 മണി ജീരകം വേണം. ഇതിന് ഒരു 1/2 സ്പൂൺ ജീരകം ഞാൻ ഇട്ടുള്ളൂ കേട്ടോ, പിന്നെ വേണ്ടത് 1 സ്പൂൺ മല്ലി ഇട്ടു, പിന്നെ 1 സ്പൂൺ കുരുമുളകും. ഞാൻ കുറച്ച് കറിയല്ലേ ഉണ്ടാക്കണത്, നിങ്ങൾ കുറേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിയും കുരുമുളകും ജീരകവും വെളുത്തുള്ളി ഉള്ളി ഇത്രയും സാധനം നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ കഷ്ണമൊക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് നന്നായി വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടി വേവട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പഴയ വിഭവങ്ങളൊക്കെ അറിയുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് റെസിപ്പി അയച്ചു തരണേ, മെസ്സേജ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ ഈ എടുത്തു വെച്ച മസാലയൊക്കെ നമ്മളിത് അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മിക്സിയിൽ കുറച്ച് വെള്ളം, ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി നമുക്ക് വേവിക്കണതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിത്തിരി വെള്ളം കുറവാണ്. അപ്പം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയ മുളക് ഉഷെന്ന പോലെ. കുറച്ചുകൂടി വെള്ളമായിട്ട് വേണമെങ്കിൽ അതുപോലെ ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ചേന നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ജാറിൽ വെച്ചിരിക്കുന്ന ആ അരച്ച ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം നമ്മളുടെ കഷ്ണമൊക്കെ നോക്കും, നല്ല ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് കൂടെ അരച്ച് വെച്ചില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ തിളയ്ക്കണതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തി കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരിത്തിരി കൂടി പണി ബാക്കിയുണ്ട്. ഇതിൽ നല്ല പനിയോ കോൾഡൊക്കെ ഉള്ള സമയത്ത് ഈ കറി കൂട്ടിയിട്ട് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾഡും പനിയൊക്കെ പമ്പ കിടക്കും. നമ്മുടെ കുരുമുളക് രസമൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇതിന്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കുന്നത് നന്നായി തിളച്ചപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ കുറുകി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കാം. എന്ത് രസമല്ലേ കാണാൻ, നല്ല കളറും നല്ല കറിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തോളൂ. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാനുണ്ട്. അതിന് വേണ്ടി ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടത്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നോക്കൂ കേട്ടോ, ഇഷ്ടമാവും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, 1 സ്പൂണൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ കടുകും കറിവേപ്പിലയും നമ്മുടെ ചുമന്ന ഉള്ളിയും കൂടി ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറിയിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ, വറുത്തിട്ടത്. ഇപ്പം നമ്മളുടെ ചേന പത്തി മുളക് ഉഷ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാലക്കാട്ടിൻ്റെ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് പറഞ്ഞാൽ ശാന്തി ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത് നല്ല മോരും ചോറും കൂടിയിട്ട് ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേനപ്പത്തി മുളക് ഉഷ്യം കാണാൻ നല്ല സൂപ്പറായിട്ടില്ലേ. കാണാനല്ല, കഴിക്കാനും നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. മറക്കാതെ ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളും പറയണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ലല്ലോ. ഈ കാര്യം നമുക്കിനി ഒരു ചെറിയ സർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വരൂ, നമുക്കിത് കൂട്ടി ഊണ് കഴിക്കാം. അപ്പോൾ ശരി കേട്ടോ. ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.